ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളിലും നിങ്ങളോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ പ്രകാശം ഈ രാത്രിയിൽ നിന്റെ ഇരുളിൽ പ്രകാശിക്കും. കർത്താവ് നിന്റെ രക്ഷകനും രക്ഷിതാവും ആണ്. ഇനി മുതൽ നീ ആരുമില്ലാത്തവളല്ല, ആരുമില്ലാത്തവനുമല്ല. നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ കർത്താവിലേക്ക് തിരിയുന്നവർക്ക് വിജയം ഉറപ്പാണ്. അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം, അവിടുത്തെ ശക്തിയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നു. നിനക്ക് കാണാൻ കഴിയാത്തത് കാണാൻ, നിനക്ക് അറിയാൻ കഴിയാത്തത് അറിയാൻ കർത്താവിൻ്റെ പ്രകാശം നിന്റെ ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനാൽ എപ്പോഴും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. എന്നേക്കും നിലനിൽക്കുന്ന അവിടുത്തെ കാരുണ്യവും കൃപയും എപ്പോഴും നിനക്ക് തുണയേകുകയും ചെയ്യും. ഈ രാത്രിയിൽ നിന്നെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് അവിടുത്തെ വചനം ശ്രവിക്കാം. നാളത്തെ ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ നാം കേൾക്കുന്ന ദൈവവചനം നമുക്ക് ശക്തി നൽകട്ടെ. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകും. ഈ രാത്രിയിൽ ഈ ദൈവവചനത്തിലൂടെ ദൈവം നിനക്ക് സൗഖ്യവും വിടുതലും നൽകും. നിന്റെ അന്ധകാരത്തിൽ അവിടുന്ന് പ്രകാശിക്കും. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി, സമാധാനപരമായ ഒരു ഉറക്കത്തിനു വേണ്ടി, ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നിന്റെ ആവശ്യങ്ങളെ ഇന്ന് സാധിച്ചു തരും. വിശ്വാസത്തോടെ അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 118 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിലേക്ക് നീങ്ങുവിൻ. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ ആരുമല്ലാത്തവരല്ല, ആരുമല്ലാത്തവളല്ല, ആരുമല്ലാത്തവനുമല്ല എന്ന് ഈ തിരിച്ചറിവിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന അങ്ങയുടെ വാഗ്ദാനം ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എന്തെന്നാൽ പാപികളായിരുന്നിട്ടും കുറവുകളും ബലഹീനതകളും ഉള്ളവരായിരുന്നിട്ടും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാനായി, അവിടുത്തെ വിജയം അനുഭവിക്കുവാനായി, അവിടുത്തെ സമാധാനം അനുഭവിക്കുന്നതിനും അവിടുത്തെ നന്മകളെ സ്വീകരിക്കുന്നതിനും നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകുന്നവനുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ വിളിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ വിഷയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു.
നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്റെ പ്രകാശം പരത്തണമേ. കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷകനും രക്ഷിതാവുമാണ്. നീ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവാണ്. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തി, ശരീരത്തെ സുഖപ്പെടുത്തി, മനസ്സിൽ സന്തോഷം നിറച്ച്, സമാധാനം നിറച്ച് നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, മരിച്ച് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും 30-35 വർഷം കഴിഞ്ഞിട്ടും ദുരന്തങ്ങൾ വിട്ടൊഴിയാത്ത ജോർജ് തോമസ്, ശോശാമ ജോർജ് എന്നീ വ്യക്തികളുടെ ആത്മാക്കൾക്ക് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യജീവന് അവരെ അർഹരാക്കണമേ. കർത്താവേ, ഇന്ന് ഈ കുടുംബത്തിൻ്റെ അന്ധകാരത്തിൽ നിന്റെ പ്രകാശം ഉദിപ്പിക്കണമേ. ഞങ്ങൾ അറിയേണ്ടത് അറിയാനും കാണേണ്ടത് കാണാനും തിരിച്ചറിയേണ്ടത് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കുന്നതിനും കർത്താവേ, തിന്മയെ ഉപേക്ഷിച്ച് നന്മയിൽ നിലകൊള്ളുന്നതിനും ഈ കുടുംബത്തിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടൊഴിഞ്ഞ് ഈ കുടുംബാംഗങ്ങൾക്ക് സമാധാനത്തോടെ ഒരു ജീവിതം ഇന്നു മുതൽ നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി വാടക വീട്ടിൽ താമസിച്ച് ഒരു സ്വന്തം ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ജോളി എന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ കണ്ണുനീർ നീ ഒപ്പണമേ. സ്വന്തമായി ഒരു ഭവനത്തിൽ കിടന്നുറങ്ങാൻ, ജീവിക്കുവാൻ ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഡെയ്സി സണ്ണിയുടെ കുടുംബത്തെയും അവരുടെ മക്കളായ അമൃത, ജോൺ, അനീനിയ, ആരത് എന്നീ മക്കൾക്ക് നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. അവരുടെ ഈ ആവശ്യങ്ങളെ നീ കാക്കണമേ. നല്ലൊരു ജോലി നൽകി ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലത എന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും അവൾ അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്നും പരിപൂർണ സൗഖ്യം നൽകി ലതയെ നീ സുഖപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി അയച്ച്, അങ്ങയുടെ കരസ്പർശനം അയച്ച് ഈ രാത്രിയിൽ ലതയ്ക്ക് പരിപൂർണ സൗഖ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ വിശ്വസിക്കുന്ന ഈ മകളുടെ മേൽ ഈശോയെ നിന്റെ തിരുരക്തമൊഴുക്കി എല്ലാ രോഗാണുക്കളിൽ നിന്നും ഈ മകളെ നീ രക്ഷിക്കണമേ, ശക്തി കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ. രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മേരി വർഗീസ് എന്ന ഒരു മകൾക്ക്, ക്ലിഫേർഡ് സാൽവഡോർ എന്ന ഒരു മകന് വേണ്ടിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ചിരിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരസഹായം കൂടാതെ നടക്കാനും ശരീരത്തിലുള്ള അമിതമായ വേദനയും സ്റ്റിഫ്നെസ്സും എടുത്തുമാറ്റി അവർക്ക് ആരോഗ്യത്തോടെ ജോലി ചെയ്യുന്നതിനും നടക്കുന്നതിനും ഇന്ന് നീ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. കർത്താവേ, വൈദ്യചികിത്സ കൈവിട്ട ഈ രോഗികൾക്ക് നീ രോഗശാന്തി നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു രോഗവും ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മനുഷ്യന് അസാധ്യമായത് ദൈവമേ അങ്ങേക്ക് സാധ്യമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച എല്ലാവരെയും ഈ സമയം കർത്താവേ നിന്റെ കരം സ്പർശിച്ച് അവരുടെ ശരീരഭാഗത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റി അവരുടെ ശരീരത്തെ നശിപ്പിക്കുന്ന കോശങ്ങളെ, ശരീരത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ന് നീ ആ കോശങ്ങളോട് ആജ്ഞാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലീന അലക്സിന്റെ മകൻ ആൽബിക്ക് നല്ലൊരു ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ കരുണയോടെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രശ്മി പ്രദീപിൻ്റെ ഭർത്താവ് പ്രദീപിൻ്റെ ഷുഗർ നോർമലാകുന്നതിനും എല്ലാ രോഗങ്ങളിൽ നിന്നും ആ മകന് സൗഖ്യം കിട്ടുന്നതിനും വേണ്ടി ഈശോയെ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലിസി തങ്കച്ചൻ്റെ മകന് വിസ കിട്ടുന്നതിന്, എത്രയും വേഗം വിസ അടിച്ചു കിട്ടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
എല്ലാ തടസ്സങ്ങളും മാറി ആ മകന് വിദേശ രാജ്യത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് ജോലി ചെയ്യുവാൻ, എല്ലാറ്റിലും ഉപരി നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആ മകൻ ജോലി ചെയ്യുന്നതിന് വേണ്ട ഏർപ്പാട് നൽകി അവനെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അബീന ഡ്യൂഡിയസ്റ്റ് എന്ന മകൻ ടൈപ്പ് 1 ഡയബറ്റിസ് കാരണം വേദനിക്കുന്ന ഈ മകന് ഇപ്പോൾ തന്നെ നിന്റെ കരം വെച്ച് സ്പർശിച്ച് സുഖം കൊടുത്ത് പൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ. ഡയബറ്റിസ് രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അനുഗ്രഹിക്കണമേ, നീ അവരെ സുഖപ്പെടുത്തണമേ. നിനക്കെല്ലാം സാധ്യമാണ്. ഡയബറ്റിസിൽ നിന്നും പ്രഷറിൽ നിന്നും എല്ലാ മകളെയും മകനെയും നീ സുഖപ്പെടുത്തണമേ. ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത എല്ലാ രോഗങ്ങളെയും നീ ഈ സമയം സുഖപ്പെടുത്തി നിന്റെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അച്യുദാസിൻ്റെ വൈഫ് ലിസിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനിൽ നിന്നും മെൻ്റൽ സ്ട്രെസ്സിൽ നിന്നും ആ മകളെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. ഈശോയെ, ആ മകൾ വേദനിക്കുന്ന വിഷയങ്ങളിൽ നീ ഇടപെട്ട് നിന്നിൽ എല്ലാം സമർപ്പിച്ച് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള ശക്തി ഇന്ന് ലിസി ഈ മകൾക്ക് നൽകണമേ. കർത്താവേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ നിന്നോട് രാവും പകലും കേണപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് അതിനുള്ള ശക്തി തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നടന്നു എന്ന് വിശ്വസിക്കുവാൻ, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത് സാധിച്ചു തന്നു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് എല്ലാ ഡിപ്രഷനിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും അതിനടിമകളായിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ മോചനം നൽകി, അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി, അവരുടെ മനസ്സിന് സമാധാനം നൽകി, അവരുടെ തലച്ചോറിന് സൗഖ്യം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാലമ്മ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടം കൊടുത്ത പണം തിരികെ കിട്ടുവാനായി കർത്താവേ, ഈ മകളുടെ മേൽ നീ കരുണ കാണിക്കണമേ. മഞ്ജു എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മ്യൂസിക് ടീച്ചറായി ജോലി കിട്ടുന്നതിനും അവരുടെ മക്കളുടെ പഠന ആവശ്യത്തിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനും വേണ്ടി ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വസ്തു സംബന്ധമായ പ്രശ്നങ്ങളിൽ ഒരു ശാശ്വത പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി ട്രീസ എന്ന മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വസ്തുവിൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ട് 4 അതിരും തിരിച്ച് യാതൊരു തർക്കങ്ങളോ അപകടങ്ങളോ കൂടാതെ എല്ലാ അധികാരികളും ഈ മകൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനും നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ഈ മകൾക്ക് അനുകൂലമായി പ്രവർത്തിച്ച് ഈ മകളുടെ വസ്തു, നീ ദാനമായി നൽകിയ വസ്തുവിന് എല്ലാ മേഖലയിലും സംരക്ഷിക്കണമേ. അത് 4 വശവും നീ സംരക്ഷിക്കണമേ. അകവും പുറവും നീ സംരക്ഷിച്ച് നിന്റെ സ്വർഗീയ സൈന്യം ആ വസ്തുവിന്മേൽ പാളയമടിച്ച് ആ വസ്തുവിനെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വരുമാനം നിലച്ചു പോയവർക്ക്, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നീയാണ് ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഉറവിടം. കർത്താവേ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ സമ്പത്തിനെ, വരുമാനത്തെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന എല്ലാവർക്കും നിന്റെ സമ്പത്തിൻ്റെ ഉറവിടം തുറന്ന് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ട് വരുമാനം നഷ്ടപ്പെട്ട് വേദനിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ സന്തോഷത്തിൻ്റെ വക നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഭദ്രാദേവിയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന മകൻ സായി കൃഷ്ണയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യം നൽകുന്ന കരം വെച്ച് ഈ മകനെ നീ സുഖപ്പെടുത്തണമേ. ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് ഈ മകന് നീ സൗഖ്യം കൊടുക്കണമേ. നിന്റെ തിരുമുറിവുകളിലേക്ക് ഈ മകനെ ഞാൻ ചേർത്തു വെക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഈ കുടുംബത്തെ, ഈ മകനെ നീ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാരീരിക വേദനയിൽ നിന്ന് ദേവിക എന്ന ഒരു മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. റോസി ജേക്കബിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകളുടെ പുതുക്കി പണിയുന്ന വീടിന് കർത്താവേ, നിന്റെ ദിവ്യകരം പ്രവർത്തിക്കുന്നതിന് വേണ്ടി, ആ പണി പൂർത്തിയാക്കുന്നതിനു വേണ്ടി
ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാഹിൽ സുധാകരന് വേണ്ടി, ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോൾഡ് എടുത്തു കൊടുക്കാൻ ഉള്ള സഹായം ചോദിച്ചിരിക്കുന്ന ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രസന്നയുടെ മകൻ, ആ അമ്മയെ വിളിച്ചിട്ടും കണ്ടിട്ടും 3 വർഷമായി. കർത്താവേ, അവർ പരസ്പര സ്നേഹത്തോടെ വീണ്ടും കണ്ടുമുട്ടുന്നതിനും സമാധാനത്തോടെ ജീവിക്കുന്നതിനും ശത്രുതയകറ്റി പരസ്പരം മനസ്സിലാക്കി ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഇവർ ഒന്നിക്കുന്നതിനും സ്നേഹത്തോടെ വർത്തിക്കുന്നതിനും പരസ്പരം ക്ഷമിക്കുന്നതിനും ക്ഷമ ചോദിക്കുന്നതിനും ഈ മകനെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ മകളുടെ കണ്ണുനീർ തുടച്ച് ഒരു സന്തോഷമുള്ള ജീവിതം ഇനി മുതൽ നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിസ സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ അനുഗ്രഹം നൽകി, രോഗസൗഖ്യം നൽകി ഈ മകളെ അനുഗ്രഹിക്കണമേ. ടെൽമ ഗിൽബർട്ടിൻ്റെ മകന് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകാനും ആ കുടുംബജീവിതം തുടർന്ന് കൊണ്ടുപോകുവാനുള്ള ദൈവകൃപയ്ക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഓരോ തവണയും ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നീ അത് സ്വീകരിച്ചിരിക്കുന്നു, നീ അത് കേട്ടിരിക്കുന്നു, നീ അത് പ്രവർത്തിക്കും. അതിനുവേണ്ടി കാത്തിരുന്ന് നിനക്ക് നന്ദി അർപ്പിച്ച് കാത്തിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മനസ്സിൽ നീ ആ പ്രാർത്ഥിച്ച വിഷയം കേട്ട് അത് തന്നു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും ശ്രദ്ധാപൂർവം കേൾക്കുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിച്ച് ഈ പ്രാർത്ഥിക്കാനുള്ള അവസരം നൽകിയ ഈ ഹീലിംഗ് പ്രേയേഴ്സിനെയും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഈ പ്ലാറ്റ്ഫോമിനെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ അനേകരുടെ കണ്ണുനീർ നീ ഒപ്പുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നീ ഈ പ്രാർത്ഥനയിലൂടെ, ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിലൂടെ നീ വെളിച്ചം പരത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി വേദനയും വിഷമങ്ങളും മാറ്റി ശാരീരിക അസ്വസ്ഥതകൾ മറന്ന് സുഖമായ ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതത്തിൽ ദൈവമേ, നിന്റെ കാരുണ്യവും മഹത്വവും ദർശിക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ആകുലതകളില്ലാതെ, ആശങ്കകളില്ലാതെ, ഭയം കൂടാതെ സമാധാനമായി ഉറങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും
പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.